പല്ലവിയാണ്. ഇന്നത്തെ കോമ്പോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് നെക്ക് ഡിസൈൻ ആണ്. അപ്പം കുട്ടി നെക്ക് ഡിസൈൻ ആണ് ഞാൻ ഈ കോമ്പോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ടൈം ഞാൻ ഒരു സ്റ്റിച്ചിങ് വീഡിയോയിൽ കോമ്പോ ഇട്ടത് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു കൂട്ടുകാർക്ക്. അപ്പോൾ ഇന്നത്തെ കോമ്പോയിൽ നമ്മൾ കാണാൻ പോകുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കുറച്ച് കോളർ നെക്കും ഹൈ നെക്കും അതുപോലെ തന്നെ ഫാൻസി നെക്കൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഐ ഹോപ്പ് സോ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് മതി കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുട്ടി വീഡിയോ ഇടുമ്പോൾ കുറച്ച് കൂട്ടുകാർ പറയുന്നുണ്ട് പല്ലവി ഒത്തിരി സ്പീഡായിപ്പോയിന്ന്. അപ്പോൾ 5 മിനിറ്റിൻ്റെ വീഡിയോയിലാണ് ഈ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ 4-5 നെക്ക് ഡിസൈനും അതുപോലെ തന്നെ ട്രിക്സ് ആണെങ്കിൽ 4-5 ട്രിക്സ് ഒക്കെയാണ് 5 മിനിറ്റിൻ്റെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഓൾറെഡി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോംബോ ആണ് എന്ന് വെച്ചാൽ കാണാത്ത കൂട്ടുകാർക്കും കാണാൻ വിട്ടുപോയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. അടുത്ത് തന്നെ ഒരു കുർത്തീൻ്റെ സ്റ്റിച്ചിങ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല നെക്കൊക്കെ വെച്ചിട്ട്. അപ്പോൾ കുർത്തീൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അതിനകത്ത് നമ്മൾ കവർ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ആം ഹോല് അതുപോലെ ഷോൾഡർ കറക്റ്റ് ആവാത്ത. അപ്പോൾ കുറേ ഗ്യാദേഴ്സ് ഒക്കെ വരുന്നുണ്ട് കൂട്ടുകാർ. എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി കൂട്ടുകാർ ഇപ്പം എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പല്ലവി ഈ ആം ഹോലിനെ കുറിച്ച് പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ഇടണം എന്നൊക്കെ ഒത്തിരി കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. പല്ലവി നായർ 01 ആണെന്ന് എൻ്റെ പേജ് ID. അപ്പോൾ ID വന്നിട്ട് വോയിസ് മെസ്സേജ് ഇടാം പ്ലീസ്. സോ എനിക്കും കൂടെ കുറച്ച് കൺവീനിയൻ്റ് ആണ് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈസി ആയിരിക്കുമല്ലോ. അപ്പം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പം ഈ ബ്യൂട്ടിഫുള്ളായ നെക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കേണ്ടതെന്ന് കാണാം. ചെറിയൊരു പാച്ച് റെഡിയാക്കി എടുക്കണം. ആദ്യം ലെങ്ത്ത് വന്നിട്ട് 15ഉം വിഡ്ത്ത് വന്നിട്ട് 11 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. താഴെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കുർത്തീൻ്റെ റോങ് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. തയ്ച്ചുകൊണ്ടിരിക്കുന്ന നെക്കിൻ്റെ വീതി വന്നിട്ട് 4 ഇഞ്ചാണ്. ബോട്ട് നെക്കാണ് തയ്ച്ചിരിക്കുന്നത്. അതിൻ്റെ ഡെപ്ത്ത് വന്നിട്ട് 3/4 ഇഞ്ചും ഈ നീളത്തിലിപ്പം തയ്ച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ നീളം വന്നിട്ട് അതിൻ്റെ ഡെപ്ത്ത് വന്നിട്ട് 7.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്റർ കിടക്കുന്ന ഗ്യാപ്പ് വന്നിട്ട് 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പാണ് വിട്ടിരിക്കുന്നത്. ഈ ഗ്യാപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പ് 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പാണ്. ഇത് റോങ് സൈഡിലാണ് കുർത്തീനെ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന പാച്ച്. അതിനെ റൈറ്റ് സൈഡിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല എലിഗൻറ്റ് ലുക്കാണ് വരുന്ന ചുരിദാറിന്. ഇതുപോലെ പ്രിൻറ്റഡ് ചുരിദാറിനൊക്കെ സൽവാറിന് ഒരു പീസ് വെച്ചെടുത്താൽ സൂപ്പറായിരിക്കും. എന്നിട്ട് മുറിച്ച പാച്ചിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ലേസും കൂടെ വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. സൂപ്പർ നെക്ക് റെഡി ആയിട്ടുണ്ട്. തയ്ച്ചെടുത്തിട്ടാകുമ്പം ഒന്ന് അയൺ ചെയ്തിട്ട് ഈ നെക്കിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ. എന്നാൽ അത് പെർമനൻ്റായിട്ട് അതേ ഇതിൽ ഇങ്ങനെ നിന്നോളും. അടുത്ത് നമുക്കൊരു പാച്ച് വർക്ക് തന്നെ നോക്കാം. സിമ്പിളായിട്ട് ഒരു പാച്ച് വെച്ച് കൊടുത്താൽ, യോക്ക് വെച്ച് കൊടുത്താൽ എങ്ങനെയാണ് ഡ്രസ്സിൻ്റെ ലുക്ക് മാറുമെന്ന് നോക്കാം. ഇത് നമുക്ക് കോൺട്രാസ്റ്റ് വെക്കാം, അല്ലെങ്കിൽ സെയിം ഫാബ്രിക് ആണെന്നുണ്ടെങ്കിൽ സെയിം കളർ തന്നെ വെക്കാം. ഇത് 10 ഇഞ്ച് ലെങ്ത്ത് മാർക്കെയാണ്. ആം ഹോളിൻ്റെ അവിടെ 6 ഇഞ്ച്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രോസിൽ കട്ട് ചെയ്തെടുക്കാം യോക്ക്. ഈ യോക്ക് വേറെ കളർ വേണമെങ്കിൽ ഇവിടെ പ്ലേസ് ചെയ്യാം, ഇല്ല സെയിം കളർ വേണമെങ്കിൽ ഇതുപോലെ തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഒരു ലേസാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്, ഓപ്ഷണലാണ്. ഇതിൻ്റെ വീതി വന്നിട്ട് 11 ഇഞ്ചും നീളം വന്നിട്ട് 19 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ യോക്കിൽ പാച്ചസ് ഇതുപോലെ റെഡിയാക്കുന്ന സ്റ്റിച്ച് കൊടുത്ത് റെഡിയാക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ എടുത്താൽ മതി. ഇല്ലെങ്കിൽ യോക്ക് കട്ട് ചെയ്ത് അതിൻ്റെ സ്ഥലത്ത് ഒരു കോൺട്രാസ്റ്റ് പീസ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. നെക്കിടാം ഇതുപോലെ. എന്നിട്ട് ഇത് മുറിച്ചിട്ടാകുമ്പോൾ ഇതുപോലെ നെക്ക് യു നെക്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്കിടാം. എന്നിട്ട് ഈ പാച്ച് നമ്മൾ ആദ്യം കട്ട് ചെയ്ത പാച്ചിൻ്റെ സ്ഥലത്ത് ഇതുപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. സൂപ്പറാണ്, നല്ല ലുക്ക് തന്നെ മാറും നമ്മൾ ചുരിദാറിൻ്റെ. സാധാ ഡ്രസ്സ് ഇടുന്നതിനെക്കാട്ടിയും ഇത് അടുത്തെന്ന് വെച്ചാൽ ക്യാൻവാസ് മറിച്ചിട്ടിട്ടെന്ന് വെച്ചാൽ ക്യാൻവാസ് സാധാരണ നമ്മൾ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് റോങ് സൈഡിലോട്ടല്ലേ എപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുന്നത്. ഇത് നേരെ തിരിച്ചാണ് ചെയ്യാൻ പോണത്. കണ്ടോളും. ഈ നെക്ക് ഒത്തിരി ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പം ഇപ്പം നമ്മൾ റോങ് സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഫാബ്രിക്കിൻ്റെ കുർത്തീൻ്റെ റോങ് സൈഡിലോട്ട് ഇത് വെച്ചിട്ട് കണ്ടോളും. റൈറ്റ് സൈഡിലോട്ടാണ് ഇനി നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്തിടാൻ പോണേ. നല്ല സൂപ്പറായിട്ട് തന്നെ നെക്ക് കിട്ടും, ലുക്കും മാറും ചുരിദാറിൻ്റെ. കണ്ടോളൂ. എന്നിട്ട് ഏതെങ്കിലും ഒരു ലേസ് എന്ന് വെച്ചാൽ വെളിയിലോട്ട് ഇതുപോലെ നിൽക്കുന്ന ലേസ്, ഇപ്പം നൈറ്റിലൊക്കെ വരുന്ന ലേസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചെടുക്കാം. നല്ല സൂപ്പറാണ്. സ്ലീവ്സിലും കൂടെ വെച്ചെടുത്താൽ നല്ല ലുക്ക് മാറും ഡ്രസ്സിൻ്റെ. കണ്ടോളൂ, നല്ല സൂപ്പർ ലുക്കല്ലേ. അടുത്ത ഒരു നമ്മൾ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന് ഒരു ഓറഞ്ച് കുർത്തി. ആ നെക്കാണ് കാണുന്നത്. ഇതുപോലത്തെ നെക്ക് എങ്ങനെയാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് വീതിക്ക് ഒരു ഫാബ്രിക് മുറിച്ചിട്ട് സ്ട്രൈറ്റ് ഫാബ്രിക് മുറിക്കുക. എന്നിട്ട് ഇതുപോലത്തെ കുറച്ച് സ്ട്രിപ്സ് റെഡിയാക്കി എടുക്കാം. സ്ട്രിപ്പിൻ്റെ നീളം വന്നിട്ട് 2.5 ഇഞ്ച് വീതം കട്ട് ചെയ്തിട്ടാകുമ്പം സാധാ ഒരു ക്യാൻവാസിലെ നെക്ക് മുറിച്ചിട്ട് ഇതുപോലെ ആദ്യം അതിനെ നമുക്ക് ഫാബ്രിക്കിൽ ക്യാൻവാസ് നെക്ക് ഇതുപോലെ വെച്ചെടുക്കാം. എന്നിട്ട് ഈ നമ്മൾ നെക്കിൻ്റെ ചുറ്റും നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ചോക്കിട്ട് വരച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ കട്ട് ചെയ്തിരിക്കുന്ന 2.5 ഇഞ്ചിൻ്റെ പീസ് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ആ നെക്കിൻ്റെ ചുറ്റും നമ്മൾ ഇതുപോലെ വെച്ചെടുക്കുകയാണ്. കണ്ടോളൂ. എന്നിട്ട് ആ നെക്ക് നമ്മൾ നോർമൽ തയ്ക്കുന്ന പോലെ ക്യാൻവാസ് നെക്ക് എങ്ങനെയാണ് കുർത്തിക്ക് തയ്ക്കുന്നത് അതുപോലെ നോർമൽ ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യുക.
എന്നിട്ട് ഇതിനെ ഇതുപോലെ മറിച്ചിടുമ്പോൾ നമ്മൾ സൂപ്പർ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഡോറി ഇടണം എന്നുണ്ടെങ്കിൽ ഡോറി ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നാലും നല്ല സൂപ്പർ ലുക്കാണ് വരുന്നത്. കണ്ടോളൂ ഇതുപോലെ. അപ്പോൾ ഈ ഒരു സിമ്പിൾ നെക്ക് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണ്. എല്ലാ നെക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി ചാനലിൽ. അതുപോലെ എനിക്കും എല്ലാവർക്കും മിക്ക പിള്ളമാർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നെക്കാണ് പാച്ച് വർക്കുള്ള നെക്ക്. ഇതുപോലത്തെ യോക്ക് നെക്ക് റെഡിമെയ്ഡ് കുർത്തീസിലൊക്കെ വരുന്ന നെക്കാണ് ഇത് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലെയാണ് അതിൻ്റെ പാച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. ഇതുപോലെ ഒരു യോക്ക് കട്ട് ചെയ്തെടുത്താൽ സിമ്പിളായിട്ട് ഒരു കോൺട്രാസ്റ്റ് കളർ പാൻറ്റിൻ്റെ കളർ എടുത്ത് നമ്മൾ ടോപ്പിൽ വെച്ച് കൊടുത്താൽ നല്ല റെഡിമെയ്ഡ് ലുക്കാണ് വരുന്നത് ചുരിദാറിന്. ട്രൈ ചെയ്ത് നോക്കിക്കോളും. വലിയ വർക്കൊന്നുമില്ല, ഇതിൽ തന്നെ നെക്ക് മറിച്ചിട്ടാലും മതി. കണ്ടോളൂ ഇതുപോലെ നെക്ക് റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാലും മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ തന്നെ ഉപയോഗിച്ചിട്ട് നെക്ക് മറിച്ചാലും മതി. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. കുർത്തീൻ്റെ ലുക്ക് ചേഞ്ച് ആവും പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക്